ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഒരു അൻസാരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൂടുതലും ഉസ്താദിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യും. കാരണം എനിക്കിവിടെ വിവേചനമില്ല, വർഗീയതയില്ല. അപ്പോൾ നല്ലൊരു മതസൗഹാർദ്ദത്തിൻ്റെ വീഡിയോ അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കും. ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് ദിവസമായി. എന്നാലും ആ വീഡിയോ ഞാൻ കണ്ടു നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു സഹോദരൻ അദ്ദേഹം എന്തോ ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വന്നൊരു കമൻറ്റാണ്, മുസ്ലിം സ്ത്രീകളെ നിനക്ക് പള്ളിയിൽ കൊണ്ട് നിസ്കരിക്കണ കോപ്പേനോ അങ്ങനെ എന്തോ ഒരു ഡയലോഗായിരുന്നു അടിച്ചിരുന്നത്. അതിന് ചുട്ട മറുപടി അവനും കൊടുക്കുന്നുണ്ട്. അതായത് ഏതൊരു കാര്യത്തിനും ഈ വർഗീയത കാണുന്നതും ജാതിവെറി കാണുന്നവർക്കും എന്താ പറയുക, മനുഷ്യൻ വരെ തിരിച്ചറിയാൻ കഴിയില്ല. അതുപോലെ ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആരും ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടതുമില്ല. ഞാൻ ഇപ്പം എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതത്തിലുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ വർഗീയത ഉണ്ടാക്കാനായിട്ട് വരുള്ളൂ. പക്ഷെ ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാറുമില്ല. പക്ഷേ ഇന്ന് ഈ എന്താ പറയുക, ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനും ഒരു പ്രാവശ്യം പള്ളിയിൽ കയറിയൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല, അത് ഞാൻ അവരോട് അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെയാണ് പള്ളിയിലേക്ക് കയറിയത്. അപ്പോൾ ഒരുപാട് ആളുകൾ നീക്ക് പള്ളിയിൽ കയറാൻ കഴിയുമോ അങ്ങനെ എങ്ങനെയെന്നൊക്കെയുള്ളൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതേ ചോദ്യം ചോദിച്ചു, ഞങ്ങൾക്ക് പള്ളിയിൽ കയറാവോ എന്താണ് ചോദിച്ചപ്പോൾ പള്ളിയിൽ കയറാം, ശുദ്ധിയോടുകൂടി നമുക്ക് പള്ളിയിൽ കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴുകി, ഞാനും എൻ്റെ മകനും കൂടെ കാലൊക്കെ കഴുകി അകത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവിടെ ഒന്നുമില്ല. ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആയുധങ്ങളോ അങ്ങനെ ഒരു സംഭവം അവിടെ കാണാനില്ല. ഒരു പൂജയ്ക്ക് വെക്കുന്ന അപ്പം നമ്മളുടെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പം നമ്മളുടെ ആചാരവും അവരുടെ എന്താ പറയുക ആചാരങ്ങളൊക്കെ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്കേ അത് എന്താ പറയുക സംസാരിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് നീ ഇന്ന ഹാദീസ് വായിക്കി, ഖുർആനിലെ ഇന്ന ആയത്ത് വായിക്കി എന്ന് പറയും. പക്ഷെ അത് സന്ദർഭത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇപ്പം അൻസാരി ഉസ്താദ് പറയണ പോലെ തന്നെ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ആ ബുക്കിൽ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ച് വായിക്കുന്നത്, ആ ഒരു നന്മയാണ് നമ്മൾ വിചാരിച്ച് വായിക്കുന്നതെങ്കിൽ ആ ബുക്കിൽ നമുക്ക് നന്മ കാണാൻ കഴിയും. ഇല്ല, നമ്മൾ വർഗീയതയോട് കൂടിയിട്ടാണ്, നമ്മൾ മറ്റുള്ളവരെ ശത്രുതയോട് കൂടിയിട്ടാണ് പിന്നെ ഏതൊരു കാര്യം വായിക്കുകയാണെങ്കിൽ, ഏതൊരു മതഗ്രന്ഥം വായിക്കുകയാണെങ്കിലും അവിടെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമുക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും ഒരുമിച്ച് പോകണം, മതസൗഹാർദ്ദത്തോടെ പോകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ. അപ്പം എന്തായാലും ഇപ്പോൾ ചുട്ട മറുപടി കൊടുക്കുന്നു. ഇതേപോലെയൊന്നും എനിക്ക് സംസാരിക്കാൻ കഴിയില്ലേ, പക്ഷേ എന്നാലും ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം തോന്നി. കാരണം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തതിൻ്റെ പിന്നാലെ വന്നിട്ട് നിനക്ക് അത് ചെയ്തുകൂടെടാ, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, നിനക്ക് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഇതേ ചോദ്യങ്ങൾ എന്നോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും ആ സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ സഹോദരനും അൻസാരി ഉസ്താദൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് അല്ലേ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, മക്കളെ നോക്കണം, പഠിപ്പിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വീട്ടാൻ നമ്മൾ നെട്ടോട്ടോടണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് എന്തിനാണ്? കുറ്റം പറയാനല്ല, പരദോഷം പറയാനുമല്ല. നല്ലത് പറഞ്ഞ് നമുക്ക് 4 ആളുകളുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മളെക്കുറിച്ചും അവർ പറയും, കണ്ടോ ആ കുട്ടി അങ്ങനെയായിരുന്നു കേട്ടോ, ആ കുട്ടി കുഴപ്പമില്ലാത്ത കുട്ടിയാണ്, അങ്ങനെ പറയിപ്പിക്കണം. അല്ലാതെ പോയത് നന്നായി, ഭൂമിക്ക് ഉപകാരമില്ല, കുടുംബത്തിന് ഉപകാരമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ഈ എന്താ പറയുക ജീവന് ഒരു വിലയും ഇല്ലാതായില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മത്തിന് ഒരു പ്രാധാന്യം ഇല്ലാതായില്ലേ? എന്തായാലും ആ സഹോദരൻ പറയുന്നത് കേൾക്കാം. എടോ, അതിനവിടെ ആൾക്കാരുണ്ടോ, അത് അവർ തീരുമാനിച്ചോളൂ, ഞാൻ തീരുമാനിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയും വേണ്ട. മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കണം, അത് മദ്രസയിൽ കയറിയിട്ട് മോഹൻ എവിടെ ഇസാൻ എവിടെയും ക്ലാസ് എടുക്കണം എന്നുള്ള അവർ തീരുമാനിച്ചോളൂ. നിങ്ങൾ അവരെന്നെ താക്കാൻ പോണ്ട. നിങ്ങൾക്ക് അത്ര മുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പള്ളിക്കാണ് ചെല്ലി, ബാക്കി അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. നമ്മളൊക്കെ പിന്നെ എല്ലാം തേഞ്ഞിട്ടിരിക്കണവരല്ലോ അല്ലേ. ജാതിയുടെ പേരിൽ, സ്വന്തം മതത്തിലുള്ള ആൾക്കാരുടെ ജാതിയുടെ പേരിൽ തല്ലി കൊന്നിട്ട് കുഴിച്ചു മൂടിയിട്ടുള്ള നാട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ഈ ചരക്കിന് ഈ പറഞ്ഞതിൽ എനിക്കൊരു അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളും ഇങ്ങനെയൊക്കെ വിശാലമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. കാര്യങ്ങളെ നല്ല നിലക്ക് ഗ്രഹിക്കാൻ കഴിവുള്ള വിശാലതയോടുകൂടി കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇസ്ലാമിനെതിരെ നിരന്തരമായി ഒരു ന്യൂനപക്ഷം പരമത വിദ്വേഷമാണെങ്കിലും ആക്രോശമാണെങ്കിലും ആക്ഷേപമാണെങ്കിലും പരിഹാസമാണെങ്കിലും
പ്രവാചക നിന്നയാണെങ്കിലും മത നിന്നയാണെങ്കിലും ഒക്കെ നടത്തുമ്പോൾ അതേ തട്ടിൽ അതേ തൂക്കത്തിൽ നമ്മൾ തിരിച്ച് പ്രകോപനപരമായി മറുപടി പറയാത്തത്? ഇവർക്കൊക്കെ നാവ് വഴങ്ങുന്ന അതേ റൂട്ടിൽ നമുക്ക് നാവ് വഴങ്ങും. എന്നിട്ട് പോലും സഭ്യതയുടെ അതിർവരമ്പുകൾ കടക്കാത്തത്? നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു വാചകം കൊണ്ട് ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ സമഭാവനയോടുകൂടി ചിന്തിക്കുന്ന മാന്യന്മാരായ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ വേദന ഉണ്ടായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്ക് എന്തെല്ലാം ആക്ഷേപങ്ങൾ, എന്തെല്ലാം പരിഹാസങ്ങൾ, മുസ്ലിമുകൾക്കെതിരെ എന്തെല്ലാം സന്താനങ്ങൾ വർദ്ധിച്ചു പോകുന്നു എന്നതിന്റെ പേരിൽ പോലും എന്തെല്ലാം വൃത്തികെട്ട ആക്ഷേപങ്ങൾ ആരും കമന്റ് ബോക്സിൽ എഴുതി നടക്കുമ്പോൾ നമ്മൾ അതിന് അതേ തുയനത്തിൽ മറുപടി പറയാത്തത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. അല്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വിശാല ഹൃദയമുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം മനുഷ്യർ എന്നുള്ളതുകൊണ്ടാണ്. ബാക്കി നമുക്ക് കേൾക്കാം. അതിനെതിരൊക്കെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും? നിങ്ങൾക്ക് മറ്റുള്ളവരെ പള്ളിയുടെ കാര്യം നോക്കണേ, നിങ്ങൾക്ക് നമ്മളെ സ്വന്തം മതത്തിലുള്ള തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എന്നിട്ട് വരെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് നോക്ക്. പാലക്കാട് മലപ്പുറം ബോർഡറിൽ ഒരു ആന ചരിഞ്ഞാൽ കിടക്കപ്രതി ഇല്ലാത്തത് മലപ്പുറത്തെ മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി പ്രസ്താവത്തെ തുടർന്ന് ഇടതുപക്ഷ സർക്കാർ ഇനിഷ്യേറ്റ് എടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ കേരളത്തിലുള്ള ഓരോ മുസൽമാന്മാരും ഒരു കമന്റ് കൊണ്ട് പോലും അതിനെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, മുസ്ലിം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ വിഷയത്തിൽ നടത്തിയ നിലപാട് വ്യക്തവും സുദീർഘവും സുതാര്യമായിരുന്നു. മറ്റൊരു സമൂഹത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസങ്ങളിൽ മറ്റാരും കൈകടത്താൻ പാടില്ല എന്ന ഭരണഘടനയുടെ തത്വങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞു. എന്നിട്ട് പോലും ഈ സമൂഹത്തിനെതിരെയായിരുന്നു ആക്ഷേപം മുഴുവൻ. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ അറിയോ? ധൈര്യമുണ്ടോ ഇടതുപക്ഷ കമ്മി സർക്കാർ, ജിഹാദി സർക്കാരെ, നിങ്ങൾക്ക് യുവതികളെ അല്ലെങ്കിൽ സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ മുസ്ലിം പള്ളികളിൽ പ്രവേശിപ്പിക്കാൻ? മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറിയാൽ നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമോ? അല്ലെങ്കിൽ തന്നെ മുസ്ലിം സ്ത്രീ പള്ളിയിൽ കയറി എന്തെങ്കിലും ശുദ്ധികലശം അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരുമോ? മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് സംഘടിതമായ പ്രാർത്ഥനകൾക്ക് വരാൻ പാടില്ല. അങ്ങനെ ഒരുപാട് തത്വങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പരപുരുഷന്മാരോടൊപ്പമുള്ള സംഘടിതമായ നമസ്കാരങ്ങൾക്ക് വരണ്ട, അവർക്ക് പുരുഷന്മാരെ പോലെ സംഘടിതമായി ചേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് അവർക്ക് നിർബന്ധിതമായ ഒരു കൽപ്പനയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പ്രഭാത പ്രാർത്ഥന ഏകദേശം 4-5 മണിക്കാണ്. ഒരു പെണ്ണ് ഒറ്റക്കുള്ള വീട്ടിൽ അവൾ ഈ നിർബന്ധിതമായ കൽപ്പന ഉണ്ടെങ്കിൽ തനിച്ച് രാത്രി ഇരുട്ടിൽ അവൾ ഒറ്റക്ക് വരണ്ടേ? അങ്ങനെ സ്ത്രീകൾ അവരുടെ പരിമിതിയും അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടാണ് പള്ളിയിലേക്ക് ജമാഅത്തുകൾക്ക് പുരുഷന്മാരെ പോലെ നിങ്ങൾ വരണ്ട. അല്ല, പെണ്ണ് പള്ളി കയറിയുകൊണ്ട് പള്ളി ശുദ്ധീകരണം ചെയ്യാൻ വരത്തില്ല. അവർക്ക് അങ്ങനെ കയറാനുള്ള വിലക്കുമില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഗവൺമെന്റിനോട് ആവശ്യമായി ബന്ധപ്പെട്ട് നമ്മൾ സംവദിക്കുന്നതിന് പകരം എന്ത് വന്നാലും എന്ത് കീറാമുട്ടി വന്നാലും അത് മുസ്ലിമീങ്ങളുടെ തലക്ക് വെച്ചിട്ട് നമുക്ക് സ്വയം ആശ്വസിക്കാമെന്നല്ലാതെ പ്രബുദ്ധ മലയാളികൾ, ഗ്രഹിക്കാൻ കഴിയുന്ന മനുഷ്യർക്ക് ഇതൊക്കെ പമ്പരം വിഡിത്തോട്ടെ തോന്നുള്ളൂ. എന്റെ ഒരു കൂട്ടുകാരെ പ്രേമിച്ച പെണ്ണിനെ പോയിട്ട് വീട്ടിൽ വെച്ചപ്പോ പറഞ്ഞേ താഴ്ന്ന ജാതി പെണ്ണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ വയറുള്ള നാട്ടിൽ അങ്ങനെ എന്നിട്ട് ഈ കോണത്തിൽ വർത്താനം പറയണേ. എന്താ ആ നവോത്ഥാനങ്ങൾക്ക് നടത്തി കാണിക്കാൻ പറ്റുമോ? ഒരു 250 ജാതി 300 സംഘടന ഓവിയാടാ അവിടുന്ന്. എന്നിട്ട് വലിയ മറ്റുള്ളവരെ തീട്ടത്തിലെ തരി നോക്കാൻ വന്നേക്കാം. നിങ്ങൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ ഈ വിഷയത്തെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കി. വർത്തമാനകാല കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ജാതി വിഷയം. ആ വിഷയത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വേറെ വിഷയമാണല്ലോ. വേറെ പാഠം കൊണ്ടുവന്ന് ക്ഷേത്ര കമ്മിറ്റി. വേടന്റെ ആസ്വാദകരും അനുവാചകരുമായ ആളുകളാരാ? അതേ വിശ്വാസമുള്ള ആളുകൾ. വേടന്റെ പാട്ടിനെ എതിർത്തതാരാ? അതേ വിശ്വാസമുള്ള ആളുകൾ. തെറി കേൾക്കേണ്ട വന്നവരാരാ? കേരളത്തിലെ മുസ്ലിമീങ്ങൾ. RSN നേതാവായ മധു പറഞ്ഞത് ധൈര്യമുണ്ടോ വേടനെ പാളയം പള്ളി കയറ്റി പാടിക്കാൻ? ഞാൻ മറുപടി പറഞ്ഞിരുന്നു, പാടിക്കല്ല, അയാളെ പള്ളി ഇമാമാക്കാന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ വഴി വന്ന് അതിനും ചീത്ത കിട്ടത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. വേടൻ പട്ടിക്ക് ബുദ്ധനെന്ന് പേരിട്ടു. അതിനും അത് ചോദിക്കുന്നത് ധൈര്യമുണ്ടോ മുഹമ്മദ് എന്ന മുസ്ലിം പേരിടാൻ പട്ടിക്ക്? ധൈര്യമുണ്ടോ? നിങ്ങളുടെ തല കാണത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറയടേ. നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾ പഠിച്ച് അതിൽ നിങ്ങൾ വേണ്ട നടപടി എടുക്കുന്നതിന് പകരം എല്ലാത്തിനും നിങ്ങൾ മുസ്ലിങ്ങളെ ചാരിയതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമോ? മുസ്ലിം പേരിനെ പള്ളി കയറ്റി നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമോ? വേറെ പട്ടിക്ക് മുസ്ലിം പേരിട്ട് നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമോ? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഖിയാമത്ത് വരെ ലോകാവസാനം വരെ അവസാനിക്കാത്ത പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ് നിങ്ങൾ പഠിച്ചിട്ട് അതിന് പരിഹാരം കാണുന്നതിന് പകരം നിങ്ങൾ എല്ലാ കാര്യത്തിലും മുസ്ലിമീങ്ങളെ നിങ്ങൾ പഠിച്ചതുകൊണ്ട് നിങ്ങൾ സ്വയം എളിഭ്യരാകുന്നുള്ളല്ലാതെ. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിമീങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ചില രാജ്യങ്ങളിൽ അവിടുത്തെ നിയമവാഴ്ച വിശുദ്ധമായി ഖുർആന്റെ നിയമമാണ്. എന്നാൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയമുണ്ടല്ലോ, നിങ്ങൾ പവിത്രമാണെന്ന് പറയുന്നു. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോയി ഇവിടുത്തെ ആദർശവുമായി പോയ ഒരാൾ എന്നുള്ളതല്ലാതെ ഏതെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം? എന്നാൽ ഇന്ത്യയിൽ നിന്ന് പോയ ഏതെല്ലാം മതത്തിൽപ്പെട്ട മനുഷ്യന്മാർ ഇസ്ലാമായി തിരിച്ചു വന്നു. ഇപ്പോൾ കുടുങ്ങിയ ഫൈസലിനെ അടക്കങ്ങൾ വെട്ടിക്കൊന്നല്ലോ. കുടുങ്ങിയ ഫൈസൽ എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഭാഗമായത്? നിങ്ങൾ എന്തെല്ലാം പ്രതിരോധം ഹാദിയക്കെതിരെ നിങ്ങൾ ഏർപ്പെടുത്തി, എന്തെല്ലാം ഓഫർ വെച്ചു, ആ പെൺകുട്ടി നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു. അതാണ് പറഞ്ഞത്, മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ ഒരിക്കലും വർഗീയതക്കും വിദ്വേഷം കഴിയില്ല. നിങ്ങൾ 1000 പേര് വട്ടം കൂടി നിന്നുകൊണ്ട് ഇസ്ലാം വർഗീയതമാണ്, പരമത വിദ്വേഷമാണ്, അതിൽ പഠിപ്പിക്കുന്ന മുഴുവനും മറ്റുള്ളവരെ ഹനിക്കാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും അത് റിയാലിറ്റി അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയില്ല. എത്ര ആയിരം മനുഷ്യർ ഈ നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ പോയി അവിടുത്തെ നിയമത്തിന്റെ കീഴിൽ ഇസ്ലാമിക നിയമമായിട്ടും എല്ലാ പൗരന്മാർക്കും അവകാശങ്ങൾ കിട്ടുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ സൗദി അറേബ്യ പോകണമെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തുള്ള ഒരു പൗരൻ നിങ്ങൾ ഇസ്ലാം മത വിശ്വാസി അല്ലാത്തതുകൊണ്ടോ ആയതുകൊണ്ടോ നിങ്ങൾ ആക്രമിച്ചെന്ന് വിചാരിക്കുക. ആ പൗരന് നിങ്ങളൊരു അവിശ്വാസി ആയതുകൊണ്ട് ആക്രമിച്ചതിന്റെ പേരിൽ അവനെ വെറുതെ വിടുക? നിയമം ഇല്ല, ശിക്ഷിക്കും. ശിക്ഷിക്കും. അങ്ങനെയാണ് നിയമം. നിങ്ങൾ ഗൾഫിലുള്ളവരോട് ചോദിച്ചു നോക്ക്, എല്ലാവർക്കും തുല്യമായി നീതി കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്ക് ലോകത്ത് വളർച്ചയുണ്ടാവുള്ളൂ. അതിന് ആ ആശയം കൊണ്ട് നടക്കുന്ന അതിന്റെ പ്രചാരകരായ ആളുകൾ ആ ആശയത്തെ സംശീകരിക്കുകയും ധാർമ്മിക ബോധത്തോട് നീതിബോധത്തോട് ജീവിക്കാൻ കഴിയണം. അല്ലാതെ ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞ് മറ്റുള്ളവനെ ആക്ഷേപിച്ചിട്ട് ജീവിതകാലം മുഴുവനും തോന്നിയാസം പറഞ്ഞു നടന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഇത് ഉൾക്കൊള്ളത്തില്ല. എന്ന് മാത്രമല്ല സ്വന്തം ആ ആശയത്തിൽ ജനിച്ചവർ പോലും വെറുത്തു പോകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കണ്ടത് തമ്പ്രാക്കന്മാർ പോടാവുന്ന എന്നിട്ട് നമ്മളോട് വന്നിട്ട് പള്ളിയിൽ എന്താ എന്റെ മുട്ട പൊന്നില്ല, പള്ളിയിൽ പോയിട്ട് ചോദിക്കാൻ അടി ചെല്ലിജി അടി കയറി കൊടുക്ക് പോയിട്ട്
പണ്ട് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ടേ കൂളിയും നാനില്ലെങ്കിലും കെടുക്കട്ടെ പെരപ്പുറത്ത് ഒരു കോണകം തന്നിട്ടുണ്ട് അതേപോലത്തെ ആൾക്കാരാണെന്നൊക്കെ പോയി വില പൂച്ചയ്ക്കും പുല്ല് വറുത്ത് കൊടുത്താടാ അവങ്ങളെ പരിപാടി അത്രയുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞില്ല അവനവനോട് കാര്യം നോക്കുക മനസ്സിലല്ലേ ഒന്നുമില്ലെങ്കിലും അത് പെരപ്പുറത്താന്ന് പറഞ്ഞില്ലേ അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ധാർഷ്ട്യവും ഈ വർഗീയത ഈ വിദ്വേഷമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവനവൻ എന്താണ് ഉൾക്കൊള്ളുന്നത് അതിന്റെ മഹിതമായ ആദർശം സ്വന്തം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തിൽ ജീവിക്കാൻ അവസരം ഉണ്ടാക്കുക. കാലാകാലം വല്ലവനെയൊക്കെ ചീത്ത പറഞ്ഞു അവഹേളിച്ചും വിദ്വേഷം പറഞ്ഞും ഒക്കെ കാലം കഴിക്കല്ലേ. മനുഷ്യൻ മരണാനന്തരം നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ പോലും വെറുപ്പോട് കൂടി ഓർക്കുള്ളൂ. നല്ലത് പറയുക, നല്ലത് പ്രചരിപ്പിക്കുക, നല്ലതിന് വേണ്ടി നിലകൊള്ളുക, നല്ലവനായി മരണപ്പെടുക. എന്തായാലും ഇങ്ങനെ പ്രതികരിച്ച സഹോദരനും അതുപോലെ അൻസാരി ഉസ്താദിനും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ആരും ആരെയും വേദനിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾക്ക് വരാവുന്ന വരും വരായികകളെ കുറിച്ച് നല്ല ബോധമുണ്ട്. എന്നാലും ഇവർ സംസാരിക്കണ പോലെ നമുക്ക് സംസാരിക്കാൻ കിട്ടില്ല. കാരണം നമുക്ക് അതിന് മാത്രമുള്ള എന്താ പറയുക സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലൊരു സൗഹാർദ്ദത്തോടു കൂടെ പോവുക എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നന്ദി, നമസ്കാരം.